നമസ്കാരം, ഞാൻ രശ്മി സരിൻ. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാം. ഈ ഒരു കട്ട്ലറ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, വേവിച്ചതിന് ശേഷം എല്ലെടുത്ത് മാറ്റിയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്ക് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഞാനിതിൻ്റെ തൊലി കളയുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നടുവിലൂടെ ഇതുപോലെ തൊലി മാത്രം കട്ടാവുന്ന രീതിയിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ നമുക്ക് ഉരുളക്കിഴങ്ങെടുത്ത് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു വെക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 4 പച്ചമുളകും 12 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കുന്നതിന് പകരമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താലും മതി. അതേപോലെ തന്നെ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു വലിയ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വീതം മുഴുവൻ കുരുമുളകും പെരിഞ്ജീരകവും ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് 2 തവണ ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ട് മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മാത്രമായിരുന്നു ഉപ്പ് ചേർത്തിരുന്നത്. അതുകൊണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവ് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് തണുത്തതിന് ശേഷം ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്നത് ഒരുപാടങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തന്നെ കുഴച്ചെടുക്കാം. കട്ട്ലറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൗണ്ട് ഷേപ്പിൽ അതല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ എല്ലാം ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുപ്പീൻ്റെ എന്തിൻ്റെങ്കിലും അടപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് കയ്യിലേക്കൊന്ന് കൊട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാനുള്ള മാവും ബ്രെഡ് ക്രംസും റെഡിയാക്കണം. ബ്രെഡ് ക്രംസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ടൊന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് തണുക്കുമ്പോൾ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലുള്ള കോട്ടിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന്
ലൂസായിട്ട് നമുക്കൊന്ന് പാല് പോലെ ഒന്ന് കലക്കിയെടുക്കാം. ഈ ഒരു രീതിക്ക് പകരമായിട്ട് സാധാരണ മുട്ട ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അതായത് ഈ ഒരു അളവിലേക്ക് 2 മുട്ട വേണ്ടവരും 2 മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട്ലേറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കട്ട്ലേറ്റ്സ് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയാൽ മതി. മുട്ട ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് മൈദ മാത്രം ഇത്തിരി ഉപ്പും കൂടെ കൂട്ടിയിട്ടൊന്ന് ഇതേപോലെ തന്നെ കലക്കിയെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ്സ് ഒരു കൈ കൊണ്ട് ഇതേപോലെ മാവിലൊന്ന് മുക്കിയതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ പൊങ്ങിയിരിക്കുന്ന ബ്രെഡ് ക്രംസ് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് എണ്ണയിലേക്ക് വേണ്ടിയിട്ട് കരിഞ്ഞു പോവില്ല. പുറം ഭാഗം കുറച്ചും കൂടെ കൂടുതലൊന്ന് മൊരിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ക്രംസ് മുക്കിയെടുത്തിരിക്കുന്ന ഈ കട്ട്ലെറ്റ്സ് ഒന്നും കൂടെ മാവിലേക്കൊന്ന് മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു തവണ മാത്രമേ ഒന്ന് മുക്കിയെടുക്കുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ കട്ട്ലെറ്റ്സും മാവിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഒരേ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് ബ്രെഡ് ക്രംസിലേക്കായിട്ട് എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. എല്ലാം ഞാൻ ഇതേപോലെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ സിബ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ആഴ്ച വരെ എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്തതിന് ശേഷം തണുപ്പ് മാറിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് കട്ട്ലെറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരെണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് 2-3 ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കട്ട്ലേറ്റ്സും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. രുചികരമായിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.